പണം നിക്ഷേപിക്കാനുള്ള മികച്ച മാർഗങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണ മനുഷ്യർക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു മേഖലയാണ് ഈ ഷെയർ മാർക്കറ്റ്. താല്പര്യമില്ലായ്മയുടെ പ്രധാന കാരണം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയെ പറ്റിയിട്ടുള്ള അവരുടെ അറിവില്ലായ്മയും തെറ്റിദ്ധാരണയും തന്നെയാണ്. വലിയ സമ്പന്നരായ ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് ഇതെന്നാണ് നമുക്കിടയിലെ സാധാരണക്കാരായ പല മനുഷ്യന്മാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ വളരെ ലളിതമായി വിശദീകരിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ലോകം കണ്ട ബില്യനേഴ്സിൽ ഒരാളാണ് ബഫറ്റ്. പോയ കൊല്ലത്തിലെ ആസ്തി വിവര കണക്കുകൾ പ്രകാരം ബഫറ്റിന്റെ ആസ്തി $80 ബില്യൺ. വാരൻ ബഫറ്റിനെ കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ 11ാം വയസ്സിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുന്നത്. നമ്മുടെയൊക്കെ 11ാം വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 30 വയസ്സായപ്പോഴേക്കും അദ്ദേഹം കോടീശ്വരനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ് യു വിൽ വർക്ക് അൺടിൽ യു ഡൈ. നിങ്ങൾ ഉറങ്ങുമ്പോൾ പണം ഉണ്ടാക്കാനുള്ള വഴികൾ ആലോചിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന്. നന്നായി പഠിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പണം നിക്ഷേപിക്കാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് നോക്കാം. ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു വിഹിതമാണ്. അതായത് നിങ്ങൾ ടാറ്റയുടെയോ റിലയൻസിൻ്റെയോ ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് സാരം. ആദ്യകാലങ്ങളിൽ ഷെയർ പേപ്പർ ഫോർമാറ്റിലായിരുന്നു. പിന്നെ ഇത് ആളുകൾക്ക് സൂക്ഷിക്കാനും ട്രേഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായപ്പോൾ ആ പരിമിതികൾ മറികടക്കാനായിട്ട് അത് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുകയായിരുന്നു. ഈ മാറ്റത്തെയാണ് നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡീമെറ്റീരിയലൈസ് ചെയ്ത ഷെയറുകൾ സൂക്ഷിക്കുന്ന അക്കൗണ്ടിനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഡിമാറ്റ് അക്കൗണ്ട് സൂക്ഷിക്കുന്ന 2 കമ്പനികളാണ് നിലവിലുള്ളത്. ഒന്ന് NSDL അഥവാ നാഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി ലിമിറ്റഡ്, മറ്റൊന്ന് CSDSL സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്. പക്ഷെ ജനങ്ങൾക്ക് നേരിട്ട് ഇത് വിൽക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാർ അഥവാ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴിയാണ് ആവശ്യക്കാർ ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പുതിയതായി ട്രേഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് 3 അക്കൗണ്ടുകളാണ്. ഒന്നാമത്തേത് ബാങ്ക് അക്കൗണ്ട്, രണ്ടാമത്തേത് ട്രേഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ആവശ്യമായ ട്രേഡിംഗ് അക്കൗണ്ട്, മൂന്നാമത്തേത് ഡിമാറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറിന്റെ സഹായത്തോടു കൂടി വേണം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആരംഭിക്കാൻ. ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വേണ്ടത്. എന്താണെന്നല്ലേ? കാശ്. കാശ് ബാങ്ക് അക്കൗണ്ടിലാണെന്നോ? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാശില്ലാണ്ട് ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള കാശ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ശേഷം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ആവശ്യമായ സ്റ്റോക്കുകളുടെ വിവരങ്ങൾ വെച്ച് മെസ്സേജ് അയക്കണം. നമുക്ക് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നിലവിലുള്ളത്. ഒന്ന് BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മറ്റൊന്ന് NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി മാത്രമേ നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ? അതെ. സ്റ്റോക്ക് വാങ്ങാൻ മെസ്സേജ് അയക്കുന്നവരെ പോലെ തന്നെ വിൽക്കാനായി മെസ്സേജ് അയക്കുന്നവരും ഉണ്ടാകും. ഉദാഹരണത്തിന്, ഞാൻ 50 സ്റ്റോക്ക് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതേ 50 സ്റ്റോക്ക് വിൽക്കാനുണ്ടെന്ന മെസ്സേജ് അയക്കുന്ന മറ്റൊരാളെയും നമ്മളുമായി ബന്ധിപ്പിക്കുകയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ വിൽക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുടെയും ആവശ്യങ്ങൾ ഒന്നാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആകും. അങ്ങനെ അതിമനോഹരമായി നിങ്ങൾ ട്രേഡിംഗ് ആരംഭിക്കാം. ഇത്ര നാൾ എത്തും പിടിയും കിട്ടാതിരുന്ന ട്രേഡിംഗ് അത്രമേൽ ലളിതമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കാര്യം.